ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് SSLCയിലെ 4ാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ ലാസ്റ്റത്തെ ഭാഗം 7 ഭാഗങ്ങളായിട്ടാണുള്ളത്. അതിലെ 7ാമത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. ഈ ഭാഗത്തിൽ അവസാനത്തെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ 2 പ്രോബ്ലംസുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 പ്രോബ്ലംസുകളാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും ഇത് നന്നായിട്ട് തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം 7ാമത്തെ ഭാഗം. അതിനു മുമ്പേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ചാപ്റ്റേഴ്സുകളുടെ എല്ലാ പ്രോബ്ലംസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൽ 7ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്കിലോട്ട് പോകാം. 1ാമത്തെ കണക്ക് പറയുന്നത് 7ാമത്തെ ഭാഗത്തിലെ 1ാമത്തെ കണക്ക്. ഓക്കെ, കണക്ക് പറയുന്നത് 2 dice with faces 1 to 6 roll together എന്ന് പറഞ്ഞാൽ എന്താ? ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ നേരം അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ സ്നേക്ക് ആൻഡ് ലാഡർ അല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്ന നമ്മുടെ ഏണിയും പമ്പ് അല്ലെ? അത് കളിക്കാൻ നേരം ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ക്യൂബ് കണക്കിരിക്കുന്ന സാധനം അല്ലെ? ആ ക്യൂബാണ് നമ്മുടെ ഡൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡൈസ് എന്ന് പറയുമ്പോൾ അതിന് 6 മുഖങ്ങൾ കാണും. ഡൈസ് ഈസ് ലൈക്ക് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ രൂപത്തിലുള്ളതാണ് ഡൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം അല്ലെ? ഇതിന്റെ ഓരോ ഫേസിലും ഇപ്പൊ ആദ്യത്തെ ഫേസിൽ 1 കുത്താണെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ എത്ര കാണും? 2 കുത്ത് കാണും. മൂന്നാമത്തെ ഫേസ് എനിക്ക് ഇതിന്റെ അകത്ത് 3D ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കി 3 കുത്ത് കാണും. 4ാമത്തെ ഫേസിൽ എത്ര കാണും? 4 കുത്ത് കാണും. 5ാമത്തെ ഫേസിൽ 5, അതായത് താഴത്തെ ഫേസ് അല്ലെ? 5 കുത്ത്. ലാസ്റ്റത്തെ ഫേസിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമ്മളെ ഫേസ് ചെയ്തിരിക്കുകയാണ്, വരയ്ക്കാൻ പറ്റില്ല. അതിന്റെ അകത്ത് എത്ര? ഇങ്ങനെയുള്ള ഒരു രൂപമാണ് എന്ത്? ഡൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 2 dice face number to 1 to 6. നമുക്കറിയാം 2 ഡയസുകളുണ്ട് അല്ലെ? ആ 2 ഡയസുകളില് എത്ര കുത്തുകൾ കാണും മക്കളെ? 6 കുത്തുകൾ കാണും. അപ്പൊ ഈ 2 ഡയസ് വെച്ചുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം 2 ഡയസ്. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ വരച്ച് കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 2 ഡയസുകൾക്ക് വേണ്ടിയുള്ള കോളമാണ് ഞാൻ വയ്ക്കുന്നത്. ഇത് ഡയസ് നമ്പർ എന്താണ്? ഡയസ് നമ്പർ 1. ഇത് ഡയസ് നമ്പർ 2. ഓക്കെ, ഈ 2 ഡയസുകളിലും അതിൻ്റെതായ നമ്പർ എത്രണ്ണം കാണും? ഒരു ഡയസിൽ 6 വെച്ചാണെങ്കിൽ ഇതിനകത്ത് 6 കോളം നമുക്കൊന്ന് വരച്ചു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്പർ ഏതൊക്കെ നമ്പറുകൾ നമുക്ക് എഴുതാം? ജസ്റ്റ് നമ്പർ ഒന്ന് മാർക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6. ഈ ഡയസിലും എത്രണ്ണം കാണും? 6 നമ്പറുകൾ കാണും അല്ലെ? 1, 2, 3, 4, 5, 6. ജസ്റ്റ് ഒന്ന് നോക്കുക, 6 നമ്പർ. ഇതാണ് നമ്മുടെ ഡയസിന് വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണമായിരിക്കും? 1, 2, 3, 4, 5, 6. 1ാമത്തെ കോളം നിങ്ങൾ നോക്കുക. അവർ പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ പോസിബിൾ സം ദാറ്റ് ക്യാൻ ബി ഗോട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 ഡൈസുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്യുന്നു. ഒരു ഡൈസ് ഇങ്ങനെ ചെയ്യുന്നു, രണ്ടാമത്തെ ഡൈസ്. ഈ 2 കൂടെ വന്ന് വീഴുന്നത്, അതിന്റെ പോസിബിലിറ്റികൾ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. 1ാമത്തെ ഡൈസിൽ നിന്നും 1 വന്നു വീണു, 2ാമത്തെ ഡൈസിൽ നിന്നും 1 തന്നെ വന്നു വീണു, ഒരു കുത്തുള്ള ഭാഗം വന്നു വീണു. ഇതിന്റെ 2നെയും കൂടെ സമ്മാണ് അവരെടുക്കുമ്പോൾ. അപ്പൊ ഈ 1ന്റെയും കൂടെ സം എത്ര കിട്ടും? 2. ഇനി 2ാമത്തെ കോളത്തിൽ വരുമ്പോൾ 1ാമത്തെ ഡൈസിൽ നിന്നും 2ഉം 2ാമത്തെ ഡൈസിൽ നിന്നും 1. അപ്പൊ എത്ര കിട്ടി? പോസിബിൾ അതിന്റെ സം എത്ര കിട്ടി? 3. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമ്മുകൾ കൂട്ടാൻ തന്നെ നമുക്ക് ജസ്റ്റ് കൂട്ടിയാൽ മതി. 3 1 ഇവിടെ എന്ത് വരും? 4, 4 1 5, 5 1 6, 6 1 7. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 2ാമത്തെ കോളത്തിൽ എന്ത് വരും? ഈ 2ഉം ഈ 1. അപ്പൊ 2 1 3. ഇനി 2 2 4. ഈ 2 3 5, 4 2 6, 5 2 7, 6 2 8. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടി പോവാം അല്ലെ? അപ്പൊ 3 1 4, 4 2 6, 7 8 9 10. അടുത്ത കൂട്ടി വരാൻ നേരം എന്ത് വരും? ഓക്കെ, 4 1 5. സോറി, ഇവിടെ ഒരെണ്ണം വരും. 3 1 4, 3 2 5. അവിടെ ഒരു 5 എഴുതാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെ? നോക്കിക്കേ, 4 കഴിഞ്ഞ് 3 2 എത്ര വരും? അവിടെ 5 ആണ് വരുന്നത് അല്ലെ? തെറ്റിപ്പോയതാണ്. 4 5 6 7 8 9. അടുത്തതിൻ്റെ അകത്ത് എങ്ങനെ വരുന്നത്? അടുത്തതിൻ്റെ അകത്ത് നോക്കും. 4 1 5 6 7 8 9 10. അടുത്തതിൻ്റെ അകത്ത് എങ്ങനെ വരും നോക്കൂ. അടുത്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 6 7 8
9, 10, 11. ഇതെന്തുവാ സമ്മാണ് കേട്ടാ. അതായത് നമ്മുടെ ഡൈസുകളുടെ ആ കുത്തുകൾ തമ്മിലുള്ള സമ്മ ഡോട്ട് അല്ലെ. ഇനി ലാസ്റ്റത്തെ കോളത്തിൽ എത്ര വരും? ലാസ്റ്റത്തെ കോളം നോക്കിയേ. ലാസ്റ്റത്തെ കോളത്തിൽ 6, 1, 7, 8, 9, 10, 11, 12. അപ്പം ഈ എഴുതിയിരിക്കുന്ന ആദ്യത്തെ 2 കോളം എന്ന് പറയുന്നത് ഡയസുകളുടെ എണ്ണമാണ്. ഇത് ഡയസിന്റെ അകത്തുള്ള ഒരു കുത്ത്, ഇത് 2 കുത്ത്, ഇത് 3 കുത്ത്, ഇത് 4 കുത്തുള്ള ഭാഗം, ഇത് 5 കുത്തുള്ള ഇതാണ് ഡയസ് നമ്പർ 1 കുത്ത്. ഇത് ഡയസ് നമ്പർ 2 കുത്തുകൾ. അത് 2 തിരിഞ്ഞു പോലും. നമ്മൾ കോളം ചെയ്യുമ്പോൾ അത് 2 കൂടെ തിരിഞ്ഞു പോലും. ഇത് 2 കൂടെ ആഡ് ചെയ്ത സാധനമാണ് നമ്മൾ ഇത് നടുക്ക് എഴുതിയിരിക്കുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? വിച്ച് ഇസ് ദ മാക്സിമം പോസിബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, സമ്മ് ചെയ്തപ്പോൾ 2 എത്ര തവണ വന്നു നോക്ക്. സമ്മ് ചെയ്തപ്പോൾ 2 എത്ര തവണ വന്നു? 2 ഒരൊറ്റ തവണയുള്ളൂ അല്ലെ. 2 എത്ര ടൈം വന്നു? 1 ടൈംസ്. അതേപോലെ തന്നെ ഈ 3 എത്ര തവണ വന്നു? ആഡ് ചെയ്തപ്പോൾ 3 എത്ര തവണ വന്നു? 2 ടൈംസ്. അപ്പൊ 3 എത്ര ടൈം വന്നു? 2 ടൈംസ്. 4 എത്ര തവണ വന്നു നോക്കിയേ? 1, 2, 3. അപ്പൊ 4 എത്ര ടൈം വന്നു? 3 ടൈംസ്. 5 എത്ര ടൈം വന്നു? 1, 2, 3, 4. അപ്പൊ 5 എത്ര ടൈം വന്നു? 4 ടൈംസ്. 6 എത്ര ടൈം വന്നു? 1, 2, 3, 4, 5. അപ്പൊ 6 എത്ര ടൈം വന്നു? 5 ടൈംസ്. 7 എത്ര ടൈം വന്നു? 1, 2, 3, 4, 5, 6. അപ്പൊ 7 എത്ര ടൈം വന്നു? 6 ടൈംസ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 8 എത്ര ടൈം വന്നു? 1, 2, 3, 4, 5. ഓർഡർ അനുസരിച്ച് പോലും നോക്കണം. അപ്പൊ 8 എത്ര ടൈമാണ് വന്നിരിക്കുന്നത്? only 5 ടൈംസ്. 9 എത്ര ടൈം വന്നു? 1, 2, 3, 4. only 4 ടൈംസ്. 9 എത്ര ടൈം വന്നു? 4 ടൈംസ്. 10, 1, 2, 3. 10 എത്ര ടൈം വന്നു? 3 ടൈംസ്. 11 എത്ര ടൈം വന്നു? 1, 2. 11 എത്ര ടൈം വന്നു? 2 ടൈംസ്. ലാസ്റ്റ് 12 എത്ര ടൈം വന്നു? 12 1 ടൈംസ്. ഇത് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ മാക്സിമം പോസിബിലിറ്റി, വിച്ച് സം ഹാസ് ദ മാക്സിമം പോസിബിലിറ്റി. ഇതിന് ഉത്തരവെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏതാണ്? 7 പറയുന്നതാണ്. ഫോർ ആൻസർ ഈസ് എന്തായിരിക്കും? 7. മനസ്സിലായോ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഓക്കെ. അപ്പൊ ഡയസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡയസ് എന്ന് പറയുന്ന ഒരു ക്യൂബ് പോലെ ഇരിക്കുന്നതാണ്. അതിന്റെ ക്യൂബ് ആകുമ്പോൾ അതിന് എത്ര ഫേസ് കാണും? 6 ഫേസ് കാണും. ഈ 6 ഫേസിൽ ഒന്നാമത്തെ ഫേസിൽ 1 ഡോട്ട്, രണ്ടാമത്തെ ഫേസിൽ 2 ഡോട്ട്, മൂന്നാമത്തെ ഫേസിൽ 3 ഡോട്ട്, നാലാമത്തെ ഫേസ് അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഡയസ് എന്ന് പറയുന്നത്. അതിന്റെ കണക്കായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. എല്ലാവർക്കും എന്റെ കണക്കുകൾ മനസ്സിലാവുന്നുണ്ടുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത കണക്കിലോട്ട് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇച്ചിരി മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 ബോക്സ് കണ്ടെയ്ൻ 10 സ്ലിപ്പ് 1 to 10. അതായത് നമ്മുടെ കയ്യിൽ എത്ര ബോക്സ് ഉണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ബോക്സുകളുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ് നമ്പർ 1. ബോക്സ് നമ്പർ 1. ഈ ബോക്സ് നമ്പർ 1ൽ എത്ര ഇതിട്ടിരിക്കുന്നു? നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1 to 10. അപ്പം ഇതിൻ്റെ അകത്ത് 10 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതേപോലെ തന്നെ അടുത്ത ബോക്സ് നമ്പർ 2 അല്ലെ. ബോക്സ് നമ്പർ 2ൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻഡ് ദ സ്ലിപ്പ് കണ്ടെയ്ൻ ദ മൾട്ടിപ്പിൾ ഓഫ് 5. അനദർ ബോക്സ് കണ്ടെയ്ൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനദർ ബോക്സ് കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഓഫ് 5 up to 25. അതായത് രണ്ടാമത്തെ ബോക്സിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 5 മുതൽ അല്ലെ. രണ്ടാമത്തെ ബോക്സിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 5ന്റെ ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 5, 10, 15, 20, 25. ഇതാണ് അടുത്ത ബോക്സിന്റെ അകത്ത് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. 2 ബോക്സുകളുണ്ട്. ഒന്നാമത്തെ ബോക്സിന്റെ അകത്ത് 1 മുതൽ 10 വരെ നമ്പർ അല്ലെ. അപ്പൊ ഒന്നാമത്തെ ബോക്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ടാമത്തെ ബോക്സിന്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 5ന്റെ ഗുണിതങ്ങൾ അല്ലെ, 5ന്റെ മൾട്ടിപ്പിൾസ്. 5 to എവിടം വരെ? 25 വരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബോക്സ് എത്രയോ? 5, 10, 15, 20, 25. 2 ബോക്സ്. ഇത് നമ്മൾ വെറുതെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇതിങ്ങനെ ബോക്സ് ഞാൻ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഈ ബോക്സുകളുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. എങ്കിലും അത് കിടന്നോട്ടെ. ഈ സംഭവം വെച്ച് നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക.
ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോക്സിൽ നിന്നും ഓഡ് നമ്പർ എടുക്കാനുള്ള പ്രോബിലിറ്റി. അതിനു മുമ്പേ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടോട്ടൽ പ്രോബിലിറ്റി ഇല്ലെ ടോട്ടൽ പേയേഴ്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ അകത്ത് ടോട്ടൽ പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് 5 നമ്പർ അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര? 1 2 3 4 5. ഇവിടുന്ന് ഇങ്ങോട്ടോ 1 to 10. അപ്പൊ എന്ത് വരാം? 5 into 10 that is equal to 50. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യൻ ഒന്നിലോട്ട് പോകാം. സബ് ക്വസ്റ്റ്യൻ ഒന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പോസിബിൾ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ബോക്സിൽ നിന്നും ഓഡ് എടുക്കാനുള്ള പോസിബിലിറ്റി. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബോക്സ് നമ്പർ 1ന്റെ അകത്ത് ഓഡ് നമ്പർ 1 ഓടാണ്, 3 ഓടാണ്, 5 ഓടാണ്, 7 ഓടാണ്, 9 ഓടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 5 ഓടാണ്, 15 ഓടാണ്, 25 ഓടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ബീയിങ് ഓഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. ബോത്ത് ഓഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര? 5 എണ്ണവും, ബോക്സ് നമ്പർ 5ൽ 5 എണ്ണവും, ബോക്സ് നമ്പർ 2ൽ 3 എണ്ണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോബിലിറ്റി എത്ര ആയിരിക്കും? ടോട്ടൽ 50 ആണ്. അതിൽ എത്ര? 15. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/50. വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 എത്രയാണ്? 10 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഓഡ് ആകുന്ന പ്രോബിലിറ്റി അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. പ്രൊഡക്റ്റ് എടുക്കുന്ന നമ്പറുകളുടെ പ്രൊഡക്റ്റുകൾ എന്താകണം? ഓഡ് ആവുന്ന പ്രോബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഞാൻ ഈവൻ എടുത്തെന്ന് വിചാരിച്ചു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഞാൻ ഈവൻ എടുത്തു എന്ന് പറഞ്ഞാൽ 2 ഈവൻ നമ്പർ. അപ്പൊ ആദ്യത്തെ 2 ഗുണം രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 10 എടുക്കുന്ന 10 ഗുണം 2 എത്ര? ഈവൻ. അപ്പോൾ 2 ബോക്സിൽ നിന്നും ഈവൻ എടുത്താൽ നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെയാണ്? ഈവൻ ആണ്. ഇനി 2 ബോക്സിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? 2 ബോക്സിൽ നിന്ന് നമുക്ക് എന്താണ്? ഒരെണ്ണത്തിന് ഈവനും ഒരെണ്ണത്തിന്. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവനും സെക്കൻഡ് ബോക്സിൽ നിന്ന് ഓടും എടുത്തെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ബോക്സിൽ ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ 2, സെക്കൻഡ് ബോക്സിൽ ഏതെങ്കിലും ഒരു 5. 5 into 2 അത്ര 10. ദാറ്റ് ഈസ് ഓൾസോ ഈവൻ. അപ്പം ഒരു ഈവനും ഒരു ഓടായാലും എന്താണ്? നമുക്ക് കിട്ടുന്നത് ഈവൻ ആയിരിക്കും. നമുക്ക് വേണ്ട എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ് ആണ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടിടത്തുനിന്നും ഒന്ന് ഓഡ് എടുത്ത് നോക്കാം. 2 ബോക്സിൽ നിന്ന് ആദ്യത്തെ ബോക്സിൽ നിന്നും ഓഡ്, രണ്ടാമത്തെ ബോക്സിൽ നിന്നും ഓഡ് എടുത്തു നോക്കിക്കേ. ആദ്യത്തെ ബോക്സിൽ ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ പറ 3 ഗുണം രണ്ടാമത്തെ ബോക്സിൽ ഒരു ഓഡ് നമ്പർ പറ 5. 3 എത്ര? 15. ദാറ്റ് ഈസ് ഓൾസോ ഓഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഓഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? 2 ബോക്സിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? ഓഡ് എടുക്കണം അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അത് 2 ബോക്സിൽ നിന്നും ഓഡ് എടുക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ബോത്ത് ബീയിങ് ഓഡ്സ് അല്ലേ? ഓഡ്സ് അല്ല, ഓഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് എന്താണ്? നമ്പർ ഓഫ് ബോത്ത് ബീയിങ് ഓഡ് ആയിരിക്കണം. നമ്പർ ഓഫ് ബോത്ത് ബീയിങ് ഓഡ് അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു വെച്ചോ. എത്രയാ? 15. അങ്ങനെയാണെങ്കിൽ ഇനി പാടൊന്നുമില്ല. എന്തുമായിരിക്കും അതിന്റെ പ്രോബിലിറ്റി? എങ്ങനെ ആയിരിക്കും? ടോട്ടൽ 50 മുകളിൽ എന്ത് വരും? 15. ദാറ്റ് ഈസ് ഓൾസോ 3/10. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, മനസ്സിലാക്കി ചെയ്യും. നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനോട്ട് പോവാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഓക്കെ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. നമുക്കറിയാം ബോക്സ് നമ്പർ 1ല് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ബോക്സ് നമ്പർ 1ൽ നിന്നും ബോക്സ് നമ്പർ 2ൽ നിന്നും നമുക്ക് എന്തെടുക്കണം? ഓരോ സംഖ്യകൾ എടുക്കുമ്പോൾ രണ്ടും എന്താവാനുള്ളതാണ്? എന്താണ്? പ്രോബിലിറ്റി ഓഫ് സം ബീയിങ് ഓഡ് ആവാനുള്ള സം ആണ് ഇവിടെ. സം അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്ത് നോക്കാം. ആദ്യത്തെ ബോക്സിൽ നിന്നും നമ്മൾ എന്തെടുക്കുന്നു? ആദ്യത്തെ ബോക്സിൽ നിന്നും ബോക്സ് നമ്പർ 1ൽ നിന്നും ഒരു എന്തെടുക്കുന്നു? ഈവൻ എടുക്കുന്നു. ബോക്സ് നമ്പർ 2ൽ നിന്നും ഈവൻ എടുക്കുന്നു. ബോക്സ് നമ്പർ 1ൽ നിന്നും ഈവൻ എടുത്താൽ ബോക്സ് നമ്പർ 1ൽ നിന്നും ഈവൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഈവൻ 2 പ്ലസ് ബോക്സ് നമ്പർ 2ൽ നിന്ന് ഈവൻ എന്ന് പറയുമ്പോൾ 5, 10, 15 അല്ലേ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 10 എടുക്കാം. 10 പ്ലസ് 2 എത്ര? 12. ഒരു ഈവൻ ആണ്. നമുക്ക് എന്തോ വേണ്ടത്? ഓടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോക്സ് നമ്പർ 1ൽ നിന്നും നമുക്കൊന്ന് ഈവൻ എടുത്തിട്ട്
ബോക്സ് നമ്പർ 2-ൽ നിന്ന് നമുക്ക് എന്ത് എടുക്കാം? ഓഡ് എടുക്കാം. ബോക്സ് നമ്പർ 1-ലെ ഈവൻ എന്ന് പറയാൻ 2 പ്ലസ് ഓഡ് എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 7. അപ്പോൾ ഇവിടെ ആവശ്യം എന്ന് പറയുന്ന ഓടാണ്. അങ്ങനെ വരാൻ നേരം ഒരു ഓടും ഒരു ഈവനും എടുക്കാം അല്ലെ? ഒരു ഓടും ഒരു ഈവനുമാണ് നമുക്ക്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈവൻ ഫ്രം എന്താണ്? ബോക്സ് നമ്പർ 1 ആൻഡ് ഓഡ് ഫ്രം എന്താണ്? ബോക്സ് നമ്പർ 2 അല്ലെ? അതൊരു സാധ്യതയാണ്. അപ്പൊ ഈവൻ ഫ്രം ബോക്സ് നമ്പർ 1 എത്ര ഉണ്ട്? ഈവൻ എത്ര ഉള്ളത്? 5 എണ്ണം ഉണ്ട്. ഇൻറ്റു ഓഡ് ഫ്രം ബോക്സ് നമ്പർ 2 എത്രയാണ്? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇത് കൂടാതെ ഇങ്ങനെയും നമുക്ക് എടുക്കാമല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓഡ് ഫ്രം എവിടുന്നാണ്? ഓഡ് ഫ്രം ബോക്സ് നമ്പർ 1-ഉം ആൻഡ് ഈവൻ ഫ്രം എവിടുന്നാണ്? ബോക്സ് നമ്പർ 2. ഓഡ് ഫ്രം ബോക്സ് നമ്പർ 1. ബോക്സ് നമ്പർ 1-ലെ ഓഡ് എന്ന് പറയുന്നത് എത്രയാണ്? ബോക്സ് നമ്പർ 1-ലെ ഓഡ് എന്ന് പറയുന്നത് 5 ആണ്. ഈവൻ നമ്പർ ഫ്രം ബോക്സ് നമ്പർ 2 എത്രയാണ്? 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ പോസിബിലിറ്റി അല്ലേ വേണ്ടത്? അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും? ഈ 15ഉം ഈ 10ഉം കൂടെ എത്ര കിട്ടി? 25 കിട്ടി. നമുക്കറിയാം രണ്ടെണ്ണത്തിനെ കൂടെ പോസിബിൾ പെയർ നമുക്ക് തൊട്ട് മുമ്പ് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ടോട്ടൽ പേയേഴ്സ് എത്രയാണ് നമുക്കുള്ളത്? ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 50. therefore ഇതിന്റെ പ്രോബബിലിറ്റി എന്ത് വരും? 50-ൽ എത്രയാണ്? 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. വളരെ സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിൾ ആണ്. ആ ബോക്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. അപ്പം ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം. ഒരു ബുക്കിന്റെ അകത്തോട്ട് എഴുതി തന്നെ നമ്മൾ പഠിക്കും. മാത്സ് ഒരു കാരണവശാലും എത്ര സിമ്പിൾ മാത്സ് ആയാലും ഒരു കാരണവശാലും നമ്മളത് വായിച്ചു പഠിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതാതെ പോകരുത്. ഒരു വട്ടമെങ്കിലും എഴുതിയാലേ നമ്മളത് എന്താണ് നമ്മുടെ ബ്രെയിനിലോട്ട് ഹിറ്റ് ആവത്തുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇല്ലെങ്കിൽ വായിച്ച് ഇങ്ങനെ മറിച്ച് ബുക്കുകൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ചാലും നമുക്ക് ആ പേന എടുക്കാൻ നേരം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് 1-2 തവണ നിങ്ങൾ എഴുതി പഠിക്കണം. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും